ഗൈനക്കോളജിക്കൽ ക്യാൻസർ എങ്ങനെ തടയാം? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ട് ആൻസർ ചെയ്യാം. അതായത് ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ അത് എങ്ങനെ തടയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാൻസേഴ്സും പോലെ തന്നെ തുടക്കത്തിൽ ഏർലി സ്റ്റേജിൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 മിക്കതിനും ലക്ഷണങ്ങളൊന്നും കാണില്ല. സ്റ്റേജ് 3 4 ആണ് ലക്ഷണങ്ങൾ വരുന്നത്. അതിന് ഒരു എക്സംഷൻ അല്ലെങ്കിൽ മാറ്റം വരുന്നത് ഗർഭപാത്രത്തിലെ ക്യാൻസറിനാണ്. ഗർഭപാത്രത്തിലെ ക്യാൻസർ യൂട്രസിനകത്ത് ട്യൂമർ വരുന്ന കാരണം ഏർലി സ്റ്റേജിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ ബ്ലീഡിങ്, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഈ അബ്നോർമൽ ബ്ലീഡിങ് ഏത് തരത്തിലാകാം. പ്രധാനമായിട്ടും കാണുന്നത് മാസപ്പൊടി നിന്നിട്ടുള്ള സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ആയിട്ടോ വെള്ളപ്പൊക്കമോ ആയിട്ടോ വരാം. ഇല്ല വെച്ചാൽ മാസപ്പൊടിക്ക് നിന്നിട്ടില്ലാത്ത സ്ത്രീകളിലാണെങ്കിൽ ഹെവി മെൻസ്ട്രൽ പീരിയഡ്സ്, അതായത് ബ്ലീഡിങ് സമയത്ത് ഹെവി ആയിട്ട് ബ്ലീഡിങ് വരിക, പീരിയഡ്സിനിടയ്ക്ക് ബ്ലീഡിങ് വരിക, ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ബ്ലീഡിങ് വരിക. ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ബ്ലീഡിങ് വരിക എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഗർഭാശയഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പിന്നെ വരുന്നത് വയറ് പെരുക്കം, മലം പോകാൻ ബുദ്ധിമുട്ട്, മൂത്രം പോകാൻ ബുദ്ധിമുട്ട്, മലത്തിൽ രക്തം, മൂത്രത്തിൽ രക്തം, ബന്ധപ്പെട്ട് കഴിയുമ്പോൾ വേദന. ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ഗർഭപാത്ര ക്യാൻസേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സുമായിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേ ഉള്ളൂ. സ്റ്റേജ് 1 and 2 മിക്ക കേസുകളിലും ലക്ഷണങ്ങളൊന്നും കാണില്ല. അത് അണ്ഡാശയ ക്യാൻസറുകൾക്കായാലും സെർവിക്കൽ ക്യാൻസർ ഗർഭാശയഗള ക്യാൻസറിനായാലും എപ്പോഴും 3ാം സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മുടെ ലക്ഷണങ്ങൾ കാണുന്നത്. ഒരു അപവാദം എന്ന് പറയുന്നത് യൂട്രൈൻ ക്യാൻസറാണ്. യൂട്രൈൻ ക്യാൻസറിൽ യൂട്രസിനകത്തുള്ള ക്യാൻസർ ആണെങ്കിൽ അബ്നോർമൽ ബ്ലീഡിങ് കാണും. അത് ബ്ലീഡിങ് കാണുമ്പോൾ നമ്മളത് കുഴപ്പമില്ലാത്തതായിരിക്കും എന്ന് കരുതി വിട്ട് കളയാണ്ട് സമയത്തിന് ഡോക്ടറുടെ ഉപദേശം തേടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിത്ര ചോദിച്ചല്ലോ രണ്ടാമത് നമുക്ക് എങ്ങനെ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന്. അതിന് നമുക്കിപ്പം വാക്സിൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. HPV വാക്സിൻ എന്ന് പറഞ്ഞു. അതാണ് ഗർഭാശയഗള ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഗർഭാശയഗള ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് വാക്സിൻ, രണ്ടാമത്തത് സ്ക്രീനിങ്. വാക്സിൻ എന്ന് പറയുമ്പം നമ്മൾ വാക്സിൻ ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗാർഡാസിൽ നിന്നും പറഞ്ഞ് സർവാവാക് എന്നും പറഞ്ഞ് 2 ടൈപ്പിലുള്ള വാക്സിൻസ് ആണ്. ഇത് 9 തൊട്ട് പ്രായമുള്ള കുട്ടികളിലാണ് എടുക്കുന്നത്. 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വാക്സിൻ എടുക്കാമെന്നാണ് പറയുന്നത്. 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണെങ്കിൽ 2 ഡോസ് മതിയാവും. 15 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ 3 ഡോസ് വേണ്ടി വരും. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിൻ്റെ തുടക്കം അല്ലെങ്കിൽ പ്രീ ക്യാൻസർ സ്റ്റേജ്, അതായത് ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്റ്റേജ്, ഈ പ്രീ ക്യാൻസർ സ്റ്റേജ് ഇരുന്നിരുന്നാണ് ക്യാൻസറിലേക്ക് വരുന്നത്. അപ്പം ഈ സമയത്ത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. അപ്പോൾ അതിന് പറ്റുന്നതാണ് ഈ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് അല്ലെങ്കിൽ HPV DNA ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ 25 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള സ്ത്രീകൾ 5 വർഷത്തിലൊരിക്കൽ, അറ്റ്ലീസ്റ്റ് 10 വർഷത്തിലൊരിക്കലെങ്കിലും ഈ ടെസ്റ്റിന് വിധേയമാവണം എന്നാണ്. അതായത് ഇതിൻ്റെ പാപ്സ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. ഏറ്റവും സെൻസിറ്റിവിറ്റി കൂടിയ ടെസ്റ്റാണ് HPV DNA സ്ക്രീനിങ്. എങ്ങനെ നമുക്ക് അടുത്തൊരു ചോദ്യം, ഓവറിൻ ക്യാൻസർ അല്ലെങ്കിൽ അണ്ഡാശയ ക്യാൻസർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലുകൾ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഫലോപ്പിയൻ ട്യൂബ്സ് റിമൂവ് ചെയ്യുന്നത് വഴി നമുക്ക് ഓവറിൻ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ഗൈഡ് ലൈൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫൈബ്രോയിഡിന് വേണ്ടി ഫൈബ്രോയിഡിൻ്റെ സർജറിക്ക് വിധേയമാവുന്ന ഒരു സ്ത്രീയാണ്, 45 വയസ്സ് ഒക്കെയാണ്, ഓവറീസ് റീറ്റെയിൻ ചെയ്യണം എന്ന് അവർ കൺസേൺ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ സെയിം സർജറി തന്നെ ഫലോപ്പിയൻ ട്യൂബ്സും കൂടെ എടുത്തു മാറ്റി നമുക്ക് സേഫ് ആക്കാം എന്നുള്ളതാണ്. അല്ലാണ്ട് ചിത്ര ചോദിച്ച പോലെ നമുക്ക് പ്രത്യേകിച്ച് ആഹാരക്രമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വ്യായാമ മുറകളോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ക്യാൻസറുകൾക്കും ബാധകമായ രീതിയിൽ, അതായത് ഇത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ലിവിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്പെസിഫിക് പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഈ പറയുന്നത് പോലെ വാക്സിൻ, സ്ക്രീനിങ്, സെൽഫ് ഇഞ്ചെക്ടമി ചെയ്യുക എന്നിങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ.